ഇന്ന് നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് പറഞ്ഞ സ്റ്റിച്ചാട്ടോ നോക്കുന്നത്. ഇതിങ്ങനെ 2 വര വരച്ചിട്ട് വേണം കേട്ടോ. ഈ 2 വര ഇത് ചെയ്ത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ 2 വര വരയ്ക്കുന്നത്. ആദ്യത്തെ വരയുടെ ആ മേളിലുള്ള വരയുടെ ആ അറ്റത്തുനിന്ന് നമ്മളിങ്ങനെ കുത്തിയെടുത്തിട്ട് സൂചി ഇങ്ങനെ കുത്തിയെടുത്തിട്ട് നേരെ താഴോട്ട് കൊണ്ടുവന്ന് കുത്തിയെടുക്കരുത്. കുറച്ച് മാറ്റി ഇതുണ്ട് ഇവിടുന്ന് കുറച്ച് മാറ്റി നമുക്ക് എത്ര ഡിസ്റ്റൻസ് വേണോ ആ ഡിസ്റ്റൻസിൽ മാറ്റിയെടുത്തിട്ട് നേരെ മേളിലോട്ട് ഇതുപോലെ ഇതുണ്ട് ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലെ സൂചി നേരെ മേളിലോട്ട് കുത്തിയെടുക്കണം. കുത്തിയെടുത്തിട്ട് നമ്മൾ മറ്റേ ചെയിൻ സ്റ്റിച്ചും ലേസി ഡേസി സ്റ്റിച്ചും ഒക്കെ ചെയ്ത പോലെ നമ്മൾ ഈ നീഡിലിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ ത്രെഡ് ഇട്ട് ഇങ്ങനെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു നമ്മളിപ്പോൾ നോക്കിക്കോണേ ഇങ്ങനെ നമ്മൾ ത്രെഡ് മുഴുവൻ വലിച്ചെടുത്തു. 7 പോലെ ഒരു 7 പോലെ നമുക്ക് കിട്ടിയില്ലേ. ഇനി അടുത്ത സ്റ്റിച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ കുത്തിയെടുത്ത് ഗ്യാപ്പ് ഒന്നും ഇടണ്ട. നമ്മൾ കുറച്ച് നമുക്ക് വേണ്ടുന്ന ആ ഡിസ്റ്റൻസ് ആ താഴത്തെ ലൈനിൽ ഇങ്ങനെ കൊടുത്തിട്ട് നേരെ മേലത്തെ ലൈനിലോട്ട് നേരെ കുത്തിയെടുക്കണം. അവിടെ ഇനി ഗ്യാപ്പിൻ്റെ ആവശ്യങ്ങളോ ഒന്നുമില്ല. ഇതുണ്ട് ഈ വീഡിയോയ്ക്കകത്ത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്കത് എന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാനത് ഇത് കണ്ടു ഈ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് പോയാൽ മതി. പിന്നെ ഇതിനകത്ത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്നൊരു പേര് വരാൻ കഴിയാൻ നമ്മൾ ഈ കമ്പിളിപ്പതപ്പൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ അറ്റത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ഇതുപോലത്തെ ഒരു സ്റ്റിച്ച് അതിൻ്റെ അറ്റത്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഈ 7 പോലെ ഇങ്ങനെ അതുകൊണ്ടാണ് ഇതിന് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്നും പറയുന്നത്. ചിലർ അങ്ങനെയാണ് വിളിക്കുന്നത്, ചിലർ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്നും പറയും കേട്ടോ. ഇതിങ്ങനെ കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് കണ്ടോ നമ്മളിത് ലോക്ക് ഇട്ടെടുക്കണ്ടേ. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ലോക്ക് ഇട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മൊത്തം ചെയ്തെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ അതിൻ്റെ തൊട്ട് ചേർന്ന് ഇതിപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് നമുക്കിപ്പോൾ താൽക്കാലം ഇത്രയും മതി. അതിൻ്റെ തൊട്ട് ചേർന്ന് ഇതുപോലെ കുത്തിയെടുക്കുമ്പോഴത്തേക്ക് അത് ലോക്ക് വീഴും. പിന്നെ നമ്മൾ അടിയിൽ കെട്ടിയിട്ടിട്ട് എടുത്താൽ മതി കേട്ടോ. നമ്മുടെ സ്റ്റിച്ച് റെഡി. അതുകൊണ്ട് നമുക്ക് ഒരുപാട് എംബ്രോയ്ഡറി വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ.